നമ്മൾ ഹെയറുടെയും ഹെയർ കളറൊക്കെ വാങ്ങുമ്പോൾ അതിൽ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതായത് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞുതരാം. അത് ആ പേര് ആ ഹെയർ ഡേയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങരുത്. അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ കൊണ്ടുപോയിട്ട് വാങ്ങിപ്പിക്കുക. അല്ലെങ്കിൽ വാങ്ങുമ്പോൾ കടയിലുള്ള സ്റ്റാഫിനെ കൊണ്ട്, കടയിലുള്ള ആളുണ്ടല്ലോ, ആളെ കൊണ്ട് വായിപ്പിച്ചിട്ട് വേണം അത് വാങ്ങാനായിട്ട്. എന്നിട്ട് അത് യൂസ് ചെയ്യാവൂ. അപ്പം എന്തൊക്കെയാണ് അതിലെ പേരുകളെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെഡ്, മെർക്കുറി, അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, PPD, ആരോമാറ്റിക് അനീമിസ് എന്നുണ്ട്. ഇത് ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങണ്ട. ഇത്ര അതിൽ പേര് കണ്ടു കഴിഞ്ഞാൽ വാങ്ങില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറഞ്ഞുതരാം. PPD ഉണ്ടെങ്കിൽ അലർജി, തൊലിപ്പുറത്ത് തടിപ്പ്, പിന്നെ വർഷങ്ങളോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിൽ അർബുദം, അങ്ങനെ ആണ് PPD എന്ന് പറഞ്ഞത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഡൈയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ. ഡൈ കുറേ സംഭവങ്ങൾ ചേർന്നിട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് ഇത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണിത്. അമോണിയ ആണെങ്കിൽ മുടി പൊട്ടിപ്പോവും. മുടിയുടെ ഒരു സ്ട്രക്ചറൊക്കെ ഇല്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടു പോവും. പിന്നെ ആസ്മേൻ്റെ അസുഖം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ശ്വാസം മുട്ടലുണ്ടാവും. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ അത് ഒരു കളറിങ്, ബ്ലീച്ചിങ് അല്ലേ, ആ ഒരു എഫക്റ്റാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നിങ്ങളിത്രയും അറിഞ്ഞിരുന്നാൽ മതി, കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് മുടി പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ആ സംഭവം, ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ ഇതുപോലെ തന്നെ മുടീൻ്റെ മുടീൻ്റെ ആ ഒരു ഘടനയൊക്കെ, അതിന് വേഗം പൊട്ടി കിടക്കുന്ന മുടി കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ട് പൊട്ടി കിടക്കുന്ന മുടി ഷാമ്പു തേച്ച് ചെയ്യുമ്പോൾ ചിലരുടെ മുടിയെ കാണാൻ പറ്റും. അതൊക്കെ കളയാൻ പറ്റും കേട്ടോ, പാർലറിൽ പോയി കഴിഞ്ഞാൽ. മുടി അങ്ങനെ പൊട്ടിപ്പോയ മുടികളൊക്കെ. ഇതിൽ ലെഡും മെർക്കുറിയാണ് ഡൈ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ വൃക്കേനൊക്കെ ബാധിക്കുന്ന. പണ്ടൊക്കെ വില കുറഞ്ഞ ഡൈകളൊക്കെ കിട്ടുമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ എൻ്റെ ഫാദറിൻ്റെ ഹെയറൊക്കെ നരച്ചിട്ടാണ്, ചെറുപ്പം മുതലേ. എനിക്ക് തോന്നുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചിലർക്ക്, പ്രായം കുറഞ്ഞ ആൾക്കാർക്കും മുടി നരയ്ക്കും. അപ്പോൾ അന്ന് മുതലേ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന വൃക്കയ്ക്കൊക്കെ തകരാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഹാർട്ടിനൊക്കെ കംപ്ലൈൻ്റ് ആണ് ഫാദറിന്. വൃക്കേൻ്റെ ഒന്നും അറിയില്ല, കാരണം എന്നോട് പൊതുവെ പറയാറില്ല. എന്നാൽ അത്ര എനിക്കുകൊണ്ട് ഫാദറിന് ഒരു എത്രയോ ചെറുപ്പം മുതൽ ഫുള്ള് ഹെയറും വൈറ്റാണ്. ഇനി നിങ്ങളൊരു ഹെയർ ഡൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങളൊരു ഹെയർ ഡൈ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അടങ്ങിയിട്ടില്ല എങ്കിൽ ആ ഹെയർ ഡൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലാത്ത ഹെയർ ഡൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാലും അപകടമല്ലാത്ത സംഭവം നിങ്ങൾക്ക് ഓക്കെ, ഇതെനിക്ക് പറ്റും, ഇതിൽ വലിയ അപകടങ്ങളൊന്നും ഇല്ലല്ലോ, പേരൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞതിൽ ഇതിലൊന്നും വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ പാച്ച് വർക്ക് ടെസ്റ്റ് എന്ന് പറയും. അത് നിങ്ങൾ കഴുത്തിൻ്റെ ബാക്കിൽ ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കണം. അപ്പോൾ തടിപ്പോ ചൊറിച്ചിലോ, ഭയങ്കരമായിട്ട് ചൊറിച്ചിലോ കയറാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് എത്തണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. പിന്നെ ഹെയർ ഡൈ റിയാക്ഷൻ ആണെങ്കിൽ സ്റ്റിറോയിഡ് ക്രീമുകൾ പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. അത് ഡോക്ടർ തരും റിയാക്ഷൻ ആണെങ്കിൽ. പിന്നെ അടുത്ത് നമ്മൾ കളേഴ്സ് ഇല്ലേ, കളറുണ്ട്, ഹെയർ കളറ് എല്ലാം ഉണ്ട്. ബ്ലാക്ക് മുതലുണ്ട്, അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഹെയർ കളറും ഉണ്ട്, അതായത് പെർമനൻറ്റ് കളറുണ്ട്. പെർമനൻറ്റ് കളറെന്ന് വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ ആ കളർ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനത്തെ കളറും കിട്ടും കേട്ടോ, അതറിയാഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കളറും കിട്ടും. അതാണെങ്കിൽ പിന്നെ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ തരും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ നമ്മളെ കോസ്മെറ്റോളജി പഠിപ്പിക്കുമ്പം പറഞ്ഞു തരുന്നത് പെട്ടെന്ന് അവർക്ക്
ഒരു ഒരു മെഡിസിൻ ഉണ്ട്, അത് കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. പെട്ടെന്ന് അലർജി വരികയാണെങ്കിൽ എപ്പോഴും പാച്ച് വർക്ക് ചെയ്തിട്ട് ഡൈ ചെയ്യാവൂന്നാണ് പറഞ്ഞേക്കണേ. അവർ വരുമ്പോൾ, കസ്റ്റമർ വരുമ്പോൾ അവരോട് ചോദിക്കണം, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുക. അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഡൈ ചെയ്യാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് അസുഖമുണ്ടോ ഇതൊക്കെ ചോദിക്കണമെന്നാണ് പറയുന്നത്. ഇതൊന്നും പാർലറുകാർ നോക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെയാണ് കുറേ റൂൾസ് ഉള്ളത്. അപ്പം നിങ്ങൾ ഡൈ വാങ്ങുമ്പോൾ ഇതൊക്കെ, ഈ പേരുകളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ വാങ്ങുക കേട്ടോ. വില കുറഞ്ഞ ഡൈകളൊന്നും ഉപയോഗിക്കാതിരിക്കുക, നല്ല വിലയുള്ള ഡൈകളൊക്കെ വാങ്ങുക. പിന്നെ കൂടുതലും നമ്മൾ ഹെന്നയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പ്രായമായ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കൂടുതൽ എഫക്റ്റ് ചെയ്യും. ചെറുപ്പക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നല്ല, അതിനേക്കാൾ എഫക്റ്റ് ചെയ്യുന്നത് പ്രായം ചെന്നവരിലായിരിക്കാം. അലർജി ഉള്ളവർക്കും പെട്ടെന്ന് കയറി ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരാം. അലർജി അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളറിയാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ഞാൻ പറയട്ടില്ല എനിക്ക് സ്കിൻ അലർജി ഉണ്ടെന്ന്, എനിക്ക് ഒന്നുമേ തേക്കാൻ പാടില്ല എന്ന് ഞാൻ പറയട്ടില്ല. എനിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറയട്ടില്ല. യെസ്, അത് എനിക്ക് അലർജി ഉണ്ട്. എനിക്ക് ഒരു ക്രീമും ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ മെഡിസിൻ അല്ലാണ്ട് ഒരു ക്രീമും, പണ്ടെല്ലാ ക്രീമും ഒക്കെ വാരിത്തേക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ക്രീമും ഒന്നല്ല, ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ക്രീമുകളുണ്ട്, അതൊക്കെ ഞാൻ തേക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പം എനിക്കൊന്നും തേക്കാൻ പറ്റില്ല. തേച്ച് ഞാനും ഇതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യും. ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തു പോയി ചെയ്യില്ല, സ്വന്തമായിട്ട് ചെയ്യും. ഞാൻ പഠിച്ചതല്ലേ, അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കത് പറ്റുമോ എന്നൊക്കെ റീഡ് ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുവന്ന്, പണ്ട് എനിക്ക് ആർക്കും ഞാൻ ഫേഷ്യൽ വീട്ടിൽ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കലുണ്ട്. ഫ്രണ്ട്സെല്ലാം അവരുടെ കെയർ ഓഫിലൊക്കെ വരുന്ന വർക്കൊക്കെ ചെയ്യും. അപ്പം ഞാൻ പാച്ച് വർക്ക് ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. എന്നിട്ട് എനിക്ക് ഓക്കെ ആയാൽ മാത്രമേ എല്ലാവർക്കും ചെയ്യുമായിരുന്നുള്ളൂ. ഇപ്പം എനിക്കത് പറ്റുന്നില്ല. ഇപ്പോൾ കണ്ണും പൂട്ടി അവരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുക്കലുള്ളൂ. എന്നാലും ഞാൻ ഈ ഇടയ്ക്കൊരു ഫേഷ്യൽ ചെയ്ത് കുഴപ്പമില്ല.